നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 2.5 വർഷത്തോളമായി ഗൾഫ് രാഷ്ട്രങ്ങളെ അലട്ടിയിരുന്ന കൊറോണ വ്യാപനത്തെ തുടർന്നുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ ഒന്നൊന്നായി പരിഹരിച്ചു വരികയാണ്. എന്നാൽ ഇതുമൂലം നിരവധി പ്രവാസികൾക്കാണ് ജോലി നഷ്ടമായത്. കൊറോണ വ്യാപനത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ ഒട്ടനവധി പേർക്ക് ജോലി നഷ്ടമാകുകയും മാസങ്ങളോളം ശമ്പളം ലഭിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ ഏവരും നാട്ടിലേക്ക് എത്തേണ്ട സാഹചര്യമുണ്ടായി. നിലവിൽ മറ്റൊരു ജോലി കണ്ടെത്താനാകാതെ തിരികെ ഗൾഫിൽ വരാൻ പോലുമാകാതെ നിരവധി പേർ നാട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിന് പിന്നാലെ സ്വദേശിവൽക്കരണം കൂടി ആയതോടെ പ്രവാസികൾക്ക് മുട്ടൻ പണിയാണ് ലഭിച്ചത്. ഇപ്പോഴത്തെ കുവൈറ്റിൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന സ്വദേശിവൽക്കരണത്തിന്റെ പേരിൽ ജോലി നഷ്ടമായ പ്രവാസികൾക്ക് സേവനാന്ത്യത്തിലുള്ള ആനുകൂല്യങ്ങൾ ഉടൻ ലഭിച്ചേക്കുമെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. പ്രാദേശിക അറബിക് ദിനപത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇങ്ങനെ ജോലി നഷ്ടമായവർക്ക് ഒരു ആനുകൂല്യവും നൽകപ്പെട്ടിരുന്നില്ല. എന്നാൽ അധികം താമസിയാതെ ഇക്കാര്യത്തിൽ പ്രവാസികൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാക്കുമെന്ന് പത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. എന്നാൽ സർക്കാർ മേഖലയിൽ ജോലി ചെയ്തിരുന്നവർക്കാണ് ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ സർക്കാർ മേഖലകളിൽ ഉൾപ്പെടെ സ്വദേശിവൽക്കരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നിശ്ചിത ശതമാനം സ്വദേശികളെ നിയോഗിക്കണമെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടുകയോ രാജിവെക്കുകയോ ചെയ്ത പ്രവാസി ജീവനക്കാർക്കാണ് സേവനാന്ത്യത്തിലുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ അനുകൂല തീരുമാനമായിരിക്കുന്നത്. ഇങ്ങനെ ജോലി നഷ്ടപ്പെട്ട പലരും മാസങ്ങളായി ആനുകൂല്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. ഇതിനിടയിലാണ് പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇങ്ങനെ ഇവർക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള തുക ധനകാര്യ മന്ത്രാലയം സിവിൽ സർവീസ് കമ്മീഷന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞതായാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന്റെ വിതരണം ഉടൻ തുടങ്ങുന്നതായിരിക്കും. ആദ്യം ജോലി നഷ്ടമായവർക്ക് മുൻഗണനാക്രമത്തിലായിരിക്കും ആനുകൂല്യം വിതരണം ചെയ്യുകയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. രാജ്യത്തെ സ്വദേശിവൽക്കരണം ശക്തമാക്കിയ സാഹചര്യത്തിൽ ആയിരക്കണക്കിന് പ്രവാസികൾ ജോലികളിൽ നിന്ന് ഒരുമിച്ച് പിരിച്ചുവിടപ്പെട്ട സാഹചര്യത്തിലാണ് സേവനാന്ത്യ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ തടസ്സം നേരിട്ടിരുന്നത്. ഇത് ഏത് ബജറ്റ് തുകയിൽ നിന്ന് നൽകണം എന്നതിലുണ്ടായ ആശയക്കുഴപ്പവും വിതരണം വൈകാൻ കാരണമായി മാറിയിട്ടുണ്ട്. ഇതോടൊപ്പം ജോലി നഷ്ടമായ പ്രവാസികളുടെ എണ്ണം കൃത്യമായി കണക്കാക്കാൻ കഴിയാത്തതും തടസ്സമായി മാറിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.